Hello everyone, welcome back to Serene Vibes. സമയം രാവിലെ ഇപ്പോൾ ഒരു 6:30 ടൈം ആയിട്ടുണ്ടാവും. ഞങ്ങളോട് പെട്ടെന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ഹെയർ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് ബ്രൈഡിൻ്റെ ആ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എന്തോ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും അങ്ങനത്തെ പരിപാടി എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അവിടെ നിന്നായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും എല്ലാം കഴിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടു. പുറത്ത് തണുപ്പായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അവളുടെ ഒരുങ്ങുന്ന സ്ഥലത്തേക്ക് പോകുക. അവിടെ ചെല്ലുമ്പോൾ അവൾ ബാക്കി കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. ശരിക്കും ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കിതുവരെ ഒരു ഐഡിയയും ഇല്ല എന്തോന്ന്. ഇത്രയും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കല്യാണം ഞാൻ മുമ്പ് കൂടിയിട്ടില്ല. അതുകൊണ്ട് അവിടെ ചെല്ലുക, അവൾ ബാക്കി പറഞ്ഞു തരും. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. പോകുന്ന വഴി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ശരി, നമുക്കത് പെട്ടെന്ന് ഇറങ്ങാം. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ താഴെ കിടക്കുന്നത് മൊത്തം പീച്ചുകളാണ്. എനിക്ക് പോയി 4 ചാക്കിൽ പറിച്ചുകൊണ്ട് വരായിരുന്നു. ചാക്കിൽ വേണ്ട, കവറിലെങ്കിലും. എന്ത് രസമാണ്. പോയി 2 എടുത്താലോ. ഇത് ഫുൾ പീച്ച് മരമാണ്. ഈ ഏരിയ മൊത്തം പീച്ച് തോട്ടമാണ്. റോഡിൽ കൂടെ തന്നെ ഗൂസ് എല്ലാം ക്രോസ് ചെയ്യുന്നു. ഹായ്, കല്യാണത്തിന് വരുന്നു. They're not yet. Hello. See, I told myself. They said they're on their way, but they're not on. They're not here yet. Yeah, we are. We're here. Come here. Oh, you're so pretty. Oh, long legged. I like you're vlogging. Yeah. Oh my god. Come How on are in. you? Good. Excited? No? Yeah. Of course. Hi, Tyler. Hello. Oh. Nice. She's doing her makeup. Are you excited, May? Oh yes, of course. Are you nervous? A little bit. Okay. Yeah. She's vlogging. Look at us. ഞങ്ങൾ മെയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു വൈൻ ബോട്ടിൽ കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സോ വൈനൊക്കെ കിട്ടുന്ന ഒരു കടയിലേക്ക് വന്നിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം, വന്ന് നല്ല സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. Yeah. Cheapest one. ഞങ്ങൾ വന്നിട്ട് ഇതെല്ലാം ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തു. അതാ ലോറ. ലോറ, സേ ഹായ്.
ഷീസ് വൺ ഒർഡൈനിങ് ദ വെഡിങ്. ഇവിടെ നമ്മൾ പ്രീസ്റ്റിനൊക്കെ പകരം ഇങ്ങനെ ആൾക്കാർ, ലൈസൻസ് ഉള്ള ആൾക്കാർ വന്നിട്ട് കല്യാണം നടത്തുന്നത്. അപ്പം ഇവിടെയായിരിക്കും ഇന്ന് കല്യാണം നടത്തുന്നത്. ഇറ്റ്സ് നൈസ് പ്ലേസ്. ഞങ്ങൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു, ചെയർസൊക്കെ ഇട്ടു. അവിടെ ബ്രൈഡ് വന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. Why? Why like a ghost? ബ്രൈഡും ഗ്രൂമും എത്തിയല്ലോ. Cinderella. ഇറ്റ്സ് എ ഗ്രാൻഡ് എൻട്രി. ആൻഡ് ഇവിടെ നമ്മളെല്ലാവരും എൻട്രി വെച്ച് അറേഞ്ച് ചെയ്തൊക്കെ നിന്നിട്ടുണ്ട്. ഇവിടെ റിംഗ് ബ്രൈഡേഴ്സും ഫ്ലവേഴ്സും ഒക്കെ. I'm just so excited. And here comes the bride. Song please. ഇതൊക്കെ എന്തൊക്കെയോ ട്രഡീഷണൽ വെയിൽ വെച്ച് രണ്ടുപേരും കവർ ചെയ്യുന്നതൊക്കെ. എനിക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ എന്താ സംഭവം അറിയത്തില്ല. രണ്ടുപേരും ഒരു വെയിലിൻ്റെ അണ്ടറിൽ നിൽക്കണം. നമ്മുടെ നാട്ടിൽ താലിയൊക്കെ കെട്ടി ചെയ്യുന്നത് പോലെ, താലിയല്ല മിന്നൊക്കെ കെട്ടുന്നത് പോലെ ഇവിടെ കോടും വെയിലുമാണ് അവർ ടൈ ചെയ്യുന്നത് രണ്ടുപേരെയും. In the presence of God and our loved ones, I promise to love you faithfully, to honor and appreciate you every day through all that life brings. Tyler, my dearest love, who would have thought that a decade of friendship would lead us here to this moment? It feels like we've been walking towards this day our entire lives, and yet it's the most wonderful surprise. You've always been my safe space, a calm in the storm, a comfort I could count on. Now, you are my dream come true, my answered prayer. I think of all the trials and challenges with which faced, all the paths we walked that didn't lead to each other. Those journeys made us who we are, and they led me to you, this beautiful gift. റിംഗ് എക്സ്ചേഞ്ച് നടക്കാൻ പോവാ. Tyler, please place the ring on May's left finger and repeat after me. I give you this ring as a sign of my love with all that I have.
this ring I give you this ring as a sign of my love. as a sign of my love. With all that I have, With all that I have, I'm honored to call you my husband I'm honored to call you my husband from this moment on. from this moment on. This is by the Marriage Act of Ontario. It is now my joy and privilege to officially declare you husband and wife. You may seal your vows with a kiss. I think you need to give a better A better one. There you go. If I could have the witnesses come up to sign the register now. All right. Go back, line up, and I'll introduce you. Thank you. Did you want any more pictures? You're good. പിന്നെ കല്യാണം എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ റിസപ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ ഒക്കെ എല്ലാം സെറ്റപ്പ് ഉള്ളത്. Good, coming. Look into my eyes, you'll see everything I do it for you. Look into your eyes. For the more serious moments of well banking. Through it all, your unwavering loyalty, insight, and kindred heart have been a constant source of support. There's picture of you last time. What? You want me to do the speech? Down, I've been losing so much time. 'Cause it's you and me. Down, children loafing all around, lights are turning on, like a fairy tale come true. Sitting by the fire we made, you're the answer when I pray that I would find someone. Baby, I found you. അങ്ങനെ Yeah. ഒരു കല്യാണം ഫുൾ കഴിഞ്ഞു, Imagine having റിസപ്ഷൻ കഴിഞ്ഞു. ഒരു ഭയങ്കര ടയറിംഗ് ഡേ ആയിരുന്നു. എല്ലാം തീർന്ന് എന്തായാലും ഇപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് പോകുകയാണ്. എല്ലാവരും ഹൗ വാസ് യുവർ വെഡിങ്? Good. Very nice. Very nice. How was you? Good. First time experiencing the Yeah, it's our Christian first wedding. time experiencing a Canadian wedding, and it was really nice. We got our wedding favors. It's really pretty. We're just heading back home. ഇനിയിപ്പം എന്താ വീട്ടിൽ നിന്നിട്ട് അറിയത്തില്ല. ഞങ്ങൾ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ചുറ്റാനായിട്ടൊന്ന് പോകുമായിരിക്കും. ആദ്യം ചെന്ന് ഈ മുഖത്തെ ഇതൊക്കെ ഒന്ന് അഴിച്ചു കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എൻ്റെ മുടി ആക്കണം തിരിച്ച്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പോകും. അതുകൊണ്ട് ഇവിടെ എല്ലാം ഗ്രേപ്സ് ഞാൻ എന്ത് ചെയ്ത് കാണിച്ചു തരാം. Grapes like that. Like they are hanging under the. Yeah, since it's black, like we can see it very clearly. Yeah. ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും നമ്മൾ നാട്ടിൽ ഈ റാന്നി വഴിയൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സീനറി പോലെയൊക്കെയാണ്. റാന്നി പിന്നെ വാഗമണ്ണ് ഒക്കെ പോകുമ്പോൾ നമ്മൾ കാണത്തില്ലേ കുറേ മരങ്ങളൊക്കെയുള്ള അതുപോലത്തെ. ഇപ്പം ഇങ്ങനെ ഞങ്ങൾ പോയപ്പം ഒരു സ്ഥലം കണ്ടായിരുന്നു, ഒരു റിവറൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് കോഴഞ്ചേരിയിലത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പമ്പ ആറ് നോക്കുന്നത് പോലെയാണ്. ഞാനത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാ നമ്മൾ കോഴഞ്ചേരി പാലത്തിൻ്റെ മണ്ടയ്ക്ക് നിന്ന് പമ്പ ആറ് നോക്കുന്നത്. ഇതുപോലെ ഇരിക്കും. എനിക്ക് പെട്ടെന്ന് നൊസ്റ്റാൾജിയ വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ കാറൊക്കെ നിർത്തി ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോഴാണ് മനസ്സിലാക്കി ഈ പമ്പാറ് പോലിരിക്കുന്ന സ്ഥലമില്ലേ, ഇതാണ് ശരിക്കും നയഗ്ര ലേക്ക് എന്ന് പറയുന്നത്. ആ റിവർ അല്ലേ, നമ്മൾ നേരത്തെ ആ വെഡിങ് ലൊക്കേഷൻ്റെ അവിടെ വെച്ച് കാണാൻ പറ്റുന്ന ആ ഒരു റിവർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലാൻഡ് US ആണെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ആ കാണുന്ന ലാൻഡ്, ഈ റിവറിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ലാൻഡ് ഇതാണ് US. എൻ്റെ അടുത്താണല്ലേ. If we try hard, I can. Let's go there. Let's go. I don't know. അവിടെ കാണുന്നതാണ് US എന്ന് പറയുന്ന ആ ബ്രിഡ്ജ് ഇല്ലേ, അതാണ് US-ലേക്ക് കയറുന്ന ബ്രിഡ്ജ്.
അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് US വരെ പോകാനായിട്ട് പോവാം. We're going to US, right? Yeah. Yeah. Without a passport? Yeah, without passport, without visa. ഇവിടുത്തെ കനേഡിയൻസിന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വിസ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഒരു ID പ്രൂഫ്, അതായത് പാസ്പോർട്ടോ എന്തെങ്കിലും കാണിച്ചാൽ മതി. അവർക്ക് നേരെ US പോകാനായിട്ട് പറ്റും. അപ്പം ചുമ്മാ നമ്മളൊക്കെ നാട്ടിൽ അപ്പുറത്ത് ചന്ത വരെ പോയിട്ട് വരാമെന്ന് പറയുന്ന പോലെ ഇവർ US വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നത്. അപ്പം കാനഡ US അത്ര അടുത്താണ്. പക്ഷെ നമുക്കൊക്കെ പോകണമെങ്കിൽ നമുക്കവിടെ US-ൻ്റെ വിസ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് എവിടെ പോകും? നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ പോകും. We are going to walk this Yeah. street. You know why? Because we are right there. ऊपर तो नहीं करते देखा ഇന്ന് ഞങ്ങള് ഇതുവഴി ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുക. English you will not understand. Cristiano, huh? It's not Cristiano. Oh, that's a beautiful street. Wow. What the So fuck? nice. What I do to bari bhagte gayi do jaldi. Oh my god. What the hell is that? jaldi jo pa badu jatu rehta tha. Welcome to Canada. Jo. Oh my god. It's so beautiful. Look at this. Wow. ഇത് കാനഡ ആണോന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം. കാരണം എന്ത് ഭംഗിയാ കാണാൻ അറിയാമോ. അങ്ങനെ എല്ലാ ഇതും കഴിഞ്ഞു. കല്യാണത്തിന് എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ ദേ ഇവിടുന്ന് ചെരുപ്പെല്ലാം ഹീൽസ് എല്ലാം ഊരി ബേർ ഫുട്ടിലാണ് നടക്കുന്നത്. വയ്യ. ഇനി എവിടെയെങ്കിലും പോവുക, കിടക്കുക. 1 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് നടന്ന് കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. വണ്ടിയിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റും, പക്ഷെ വണ്ടിയിൽ പോയി അത്രയും ഭംഗി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നടന്ന് തെണ്ടാന്ന് വിചാരിച്ചു. നടക്കാനായിട്ട് പോകുക. ഞാൻ ശരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്ത് രസമാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്നറിയോ. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. നമുക്ക് രാത്രിയിൽ എങ്ങോട്ട് നോക്കണം എന്നറിയത്തില്ല. അമ്മാതിരി ഭയങ്കര രസം കാണാനായിട്ട്. ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ. ലൈക്ക് സൂസൻ മേരിയിലൊന്നും ഇതിൻ്റെ എനിക്കറിയത്തില്ല, ഇതിൻ്റെ 10-1 പോലും ഇല്ല. ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ സിറ്റി. ഭയങ്കര അടിപൊളി നൈറ്റ് ലൈഫ് ഒക്കെയാണ്. And I'm enjoying it very much. Dracula. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാ സാധനത്തിനും ഭയങ്കര വില. ഭയങ്കര വില. അതായത് ഞങ്ങൾ 50% ഓഫ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടുകൊണ്ടൊക്കെ കയറിയതാ. ഒരു ടീഷർട്ടിനൊക്കെ $50-55. അപ്പോൾ പിന്നെ അതിന് 50% ഓഫ് ഇല്ലായിരുന്നെങ്കിൽ അത് എന്തുമായിരുന്നു. അതുകൊണ്ടൊരു കുഞ്ഞ് പിന്നിന് വരെ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരു കീ ചെയിൻ ഞാൻ ഇത് കാണിച്ചു തരാം. ഈ കീ ചെയിനിന് $5 വില. വിച്ച് ഈസ് നമ്മുടെ സൂസൻമേറ്റിൽ കിട്ടുന്ന സാധനങ്ങളെക്കാട്ടിലും ലൈക്ക് എല്ലാം ഡബിൾ വിലയോളമാണ് എല്ലാത്തിനും വരുന്നത്. പക്ഷെ ഭയങ്കര എസ്തെറ്റിക് സാധനങ്ങൾ. ഇതൊക്കെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെയാണ്. ഭയങ്കര ഭംഗിയത് കാണാൻ. കണ്ടോ, ഇത് കണ്ട നമ്മൾ വിചാരിക്കും മദ്യമാണെന്ന്, പക്ഷെ അല്ല. ദിസ് ഇസ് മേപ്പിൾ സിറപ്പ്. ഇവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മേപ്പിൾ സിറപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വേറെ കുറച്ച് കുപ്പിയിലുണ്ട്. എത്ര വിലയും നോക്കട്ടെ. ഈ ഒരു കുഞ്ഞു ബോട്ടിലിന് $25. അതിന് ചെറുതുണ്ട്. ഇതിനെത്ര നോക്കട്ടെ. ദിസ് ഈസ് $20. ദിസ് ഈസ് ബിഫോർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടും. പക്ഷെ ഇത് എല്ലാം മേപ്പിളിൻ്റെ സാധനങ്ങൾ. മേപ്പിൾ കുക്കീസ്, മേപ്പിൾ ക്യാൻഡീസ് എല്ലാം മേപ്പിൾ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. മേപ്പിൾ സിറപ്പ് വെച്ച്
There's more over here. കൊള്ളാം, നല്ല കുപ്പി. നൈസ്. ലൈക്ക് എനിക്കിഷ്ടമായി, കടയൊക്കെ ഇഷ്ടമായി. സാധനങ്ങൾ മേടിക്കാൻ കൊള്ളൂല, കാണാൻ കൊള്ളാം. കുഞ്ഞു കുഞ്ഞു കുപ്പീസ് കേട്ടാ. ഇത് $9 കുപ്പിയാ, ഈ ചെറുത്. ഇതെൻ്റെ കൈയുടെ സൈസ് പോലും ഇല്ല, ഇത്രേ ഉള്ളൂ. ഹായ്, ഗ്ലിറ്റർ ഉണ്ടോ? ഹായ്, ഗ്ലിറ്റർ കൊള്ളാം. ഒരു കാര്യമില്ല, ചുമ്മാ ഒന്ന് കുടിക്കാൻ നോക്കണം ഒരു രസത്തിന്. ചായ കുടിക്കണം, ഒന്ന് കപ്പൊക്കെ നോക്കുന്നുണ്ട്. ശരിയാ, ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഇൻ കാനഡ. കാരണം ഇവിടെ കഞ്ചാവ് വയ്ക്കുന്നത് അതുപോലെയാ. എന്തോരം കഞ്ചാവെന്നറിയോ? കഞ്ചാവിന് വേണ്ടി മാത്രമുള്ള ഒരു കടയുണ്ട്. ഹായ്, പാവകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ കടയിൽ കൊണ്ടുപോയാൽ കിഡ്സിൻ്റെ സെക്ഷനിലോട്ടേ കൊണ്ടുപോകാറില്ല. ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭർത്താവ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയി കളിക്കട്ടെ കുറച്ച് നേരം. കൊള്ളാമല്ലോ. ഹായ്, കരടിക്കുട്ടി. കൊള്ളാൻ നല്ല രസമുണ്ട്. വീടല്ലേ അടയ്ക്കും. ഇതെന്നെ ഇത് പശുവോ? പശുവല്ലല്ലോ, ഇത് ഇവിടുത്തെ ഒരു മാൻ പോലത്തെ സാധനം കേട്ടോ. എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ദിസ് ഇസ് ഇവിടുത്തെ ചിപ്മങ്ക്. കൊള്ളാം, ക്യൂട്ട്. നല്ല പല്ല്. എനിക്കത് ഇതുപോലത്തെ പല്ലാന്ന് തോന്നുന്നില്ല. എൻ്റെ പല്ല് പോലത്തെ പല്ല്. ഇതൊക്കെ ഇവിടുത്തെ ഇൻഡിജിനസ് ആനിമൽസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഇൻഡിജിനസ് ആയിട്ടുള്ള ആനിമൽസ് ഇവിടുത്തെ ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയാൻ പാടില്ല, പക്ഷേ ഇതൊക്കെയാണ് ഇൻഡിജിനസ് ആനിമൽസ്. പൂച്ചക്കുട്ടി ചൊറ്റോ. ഹായ്, കൊള്ളാം. ഹായ്, കുരങ്ങൻ കുഞ്ഞ്. ചിത്രു. അയ്യോ, തന്നെ ഇങ്ങനെ പെണ്ണാണോ? പേടിയാണല്ലോ. ഇവിടെ തിരിച്ചു വെച്ചോ, ഇരിക്കട്ടെ. കൊള്ളാം. ഈഗിളാണോ ഫാൽക്കണാണോ? നൈസ്, നല്ല രസമാണ് കാണാൻ. മത്സ്യക്കന്യക, മെർമെയ്ഡ്സ്. മത്സ്യക്കന്യക ഈ സാധനം കയ്യിൽ ലോജിക്കില്ലല്ലോ. എന്തല്ലേ പോട്ടെ. ഇതേ ഇവിടെ കുഞ്ഞു കുഞ്ഞുണ്ടോണ്ട, അതെല്ലാം താഴെയിട്ട്. I filmed it. I'll show everyone. They want you to do it? Hi, ladybug. Chukku. ഇതുപോലത്തെ കുട്ടി പട്ടീസ്. ഹായ്, ഇടിപ്പിച്ച് നടത്തിയേക്കുന്നുണ്ടല്ലോ. കണ്ടോ, എന്തിൻ്റെയോ വായ ഏതാണ്ടാണ് ഇത്. എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഡ്രാക്കുളാസ് ഹോണ്ടഡ് കാസിൽ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? കൊള്ളാം. ഇത് ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടില്ല. ഹൾക്കോ? ലുക്കിംഗ് വെരി നോർമൽ റൈറ്റ്? ഇത് കണ്ടോ, തലയുടെ മൊത്തം വെളി ചേർത്താനാ. എന്തത്, പ്രേതാലയോ? മൊത്തം ചെറുത്തന്മാരാ. പേടിയാവുന്നു. പ്രതിമയെ കണ്ടാലും മനുഷ്യനെ കണ്ടാലും മനസ്സിലാവുന്നില്ല ഏതൊക്കെയാന്ന്. ഈ കടലിന്റെ എസ്തെറ്റിക്സ് ഉണ്ട്, എന്ത് രസം. ഇവിടെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ രാജ്യത്തെയും ഫുഡ് കിട്ടും. നോക്കിയേ, ബൊറീറ്റോ ഉണ്ട്, വി ഹാവ് ചൈനീസ് ഫുഡ്. അപ്പുറത്തെ ഒരു ഇന്ത്യൻ സ്റ്റോർ കണ്ടായിരുന്നു. ഡെയ്സി റോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കുസീനാ. ഇവിടെ ഒരു കനേഡിയനാ.
എല്ലാം ഉണ്ട്. ബാസ്കിൻ റോബിൻസ് ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഓസ്മോസ്, ഓപ്പീസ്, എല്ലാ കൺട്രിയിലത്തെയും ഫുഡ് കിട്ടും. വിച്ച് ഇസ് നൈസ്. ഞാൻ ചൂസ് ചെയ്യുന്നതിലൊക്കെ എനിക്കറിയാൻ പാടില്ല അവിടെ എന്തോ ഉള്ളത്. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഇഷ്ടമല്ല. പിന്നെ നാളെ ഞാൻ അങ്ങോട്ട് തന്നെ പോകണല്ലോ. Only for public cinema. കണ്ടോ ഇവിടെ ജാപ്പനീസ് കടയുണ്ട്. അതുകൊണ്ട് അതിനിടയ്ക്കുണ്ട്. ഓ ഞാൻ പൂ പറിക്കുമെന്ന്. ഇത് എന്ത് കടയാ? ഓ ഇറ്റാലിയനാ. ഇത് ഇറ്റാലിയൻ ഫുഡ് ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തെയും ഒട്ടുമിക്ക എല്ലാ കൺട്രിയിലത്തെയും ഫുഡൊക്കെ ഇവിടെ കിട്ടും. അതിന് അറ്റ്ലീസ്റ്റ് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയാണ്. സോ കൊള്ളാം. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് രാവിലെ എണീറ്റ് വാട്ടിനൊക്കെ കാണാനായിട്ടൊക്കെ പോവാം. നമുക്ക് നൈഗ്ര ഫോൾസ് രാവിലെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കിയാലോ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു ടുമോറോ.